ശരിക്കും ഈ ഒരു പവർ ടീം കോൺസെപ്റ്റ് ആവശ്യമുണ്ടോ? ഒരുപാട് പേര് അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. ശ്രീരേഖ പറയുന്നു, എനിക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു തുടക്കം മുതലേ എന്ന് പറയുന്നു. അപ്പൊ ലാലേട്ടൻ പറയുന്നു ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യുന്നു എന്ന് ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ സിജോ പറയുന്നുണ്ട് നോമിനേഷൻ ഫ്രീ എന്നൊരു കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല എന്ന്. ജാസ്മിൻ ഇത് കഴിഞ്ഞ് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കേണ്ട സ്ഥലങ്ങളിൽ പോലും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ പറ്റുന്നില്ല. ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ട് ആയ ഒരു ടാസ്ക് ആണെന്ന് അൻസിബ പറയുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഇല്ല എന്ന് സായി പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് റസ്മിൻ പറയുന്നുണ്ട് പവർ റൂം എന്നുള്ളൊരു കോൺസെപ്റ്റേ വേണ്ട എന്നാണ് തോന്നിയിട്ടുള്ളത് എന്ന്. പിന്നെ ലാലേട്ടൻ പറയുന്നത് അപ്പൊ പവർ റൂം വേണ്ട എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ പ്രോമോ അവസാനിക്കുന്ന അവിടെ വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡിനകത്ത് പവർ ടീം എന്നൊരു കോൺസെപ്റ്റിനെ റദ്ദാക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കണ്ടപ്പോൾ. അല്ലെങ്കിൽ പവർ ടീമിന്റെ നോമിനേഷൻ ഫ്രീ കാർഡ് ചിലപ്പോൾ റദ്ദാക്കിയേക്കാം. പവേഴ്സ് ഒന്നും കാണത്തില്ല അവിടെ ഉള്ള ആർക്കും. സുഖസൗകര്യങ്ങളുള്ള മുറി മാത്രം യൂസ് ചെയ്യാൻ പറ്റും പവർ ടീമിന്. അതിലേക്കായിരിക്കും ഇതൊക്കെ നീങ്ങുന്നത്. പിന്നെ ചാലഞ്ച് ടാസ്ക് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് പഴയ വീക്ക്ലി ടാസ്ക് പരിപാടി ആക്കാനുള്ള ഒരു മൂവ് ആണെന്ന് തോന്നുന്നത്. എന്തായാലും ജിൻഡോയെ 3G ആക്കാനുള്ള പരിപാടിയാണ്. ജിൻഡോയെ മാത്രമല്ല എഫേർട്ട് ഇട്ട് ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ചെയ്ത ടാസ്കിൽ നല്ല രീതിയിൽ കളിച്ച അർജുനും ശ്രീതും ഒക്കെ 3G ആവുന്ന ലക്ഷണമാണ് കാണുന്നത്. ശ്രീതു ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് ഇപ്പം പവർ ടീമിനകത്ത് കയറുന്നത്. പവർ ടീമിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പാവത്തിന്. ആകെ വിഷമമാവും ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും. ഇത് കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ യോജിച്ചേനെ ഈ ഒരു തീരുമാനത്തോട് പൂർണ്ണമായിട്ട് യോജിച്ചേനെ. നമ്മൾ പലതവണയായിട്ട് വീഡിയോകളിൽ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിപ്പോ പുതിയ പവർ ടീം കയറാൻ നിൽക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. നല്ല രീതിയിൽ ടാസ്കിൽ പെർഫോം ചെയ്തവരെയും പിന്നെ ഈ ഒരു പവർ ടീമിനെ കാണാൻ നിൽക്കുന്നവരെയും പൊട്ടന്മാരാക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. കഴിഞ്ഞ ആഴ്ച നടപ്പിലാക്കേണ്ട ഒരു തീരുമാനം 1 വീക്ക് നീട്ടി വലിച്ചതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. അത് ഭയങ്കര ഉടായ്പ പരിപാടിയായി പോയി. അല്ലെങ്കിൽ 50 ദിവസം ആയപ്പോഴേ ഈ രീതിയിൽ പഴയ പോലെ സെറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഇതൊരുമാതിരി പുതിയ ടീമുകളെ വിഡ്ഢികളാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അഗെയിൻ ജാസ്മിൻ ഒരു കപ്പ്, ജാസ്മിൻ ഒരു ഫ്ലാറ്റ്, ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മൊത്തത്തിൽ നല്ല ഉടായ്പ് മണം അടിക്കുന്നുണ്ട് ഈ പ്രോമോ എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. ഇന്ന് മദേഴ്സ് ഡേ അത് എന്ന് പറഞ്ഞിട്ട് കുറെ നീട്ടി വലിച്ചുകൊണ്ട് കൊണ്ടുപോകും. ജിൻഡോയ്ക്ക് വീണ്ടും സ്പേസ് കൊടുക്കുന്നില്ല, ജാസ്മിനെ വിളിപ്പിക്കും. ആ രീതിയിലാണ് ഈ ഒരു കാര്യങ്ങൾ മൊത്തം നടക്കുന്നത്.